ഹലോ, വെൽക്കം ടു ക്രാഫ്റ്റ്സിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രിപ്പാണ്. നമ്മുടെ ഓഫീസിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ട്രിപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഐസ് ഹിൽസ് റിസോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് വരുന്ന വ്ളോഗിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ട്രിപ്പായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് 3 o'clock പറഞ്ഞിരിക്കുന്നത്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 o'clock പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഞാനും ഹസ്ബൻഡും കൂടെ രാവിലെ 2:30 ആയപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ പുള്ളി എന്നെ ഓഫീസിലേക്ക് കൊണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഓഫീസിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസിനെല്ലാം കിൽഫ്രയ്ക്കുള്ളിലായി. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റാണ്. എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോകാൻ 3 o'clock ആവുന്നു. അപ്പം നമ്മൾ കറക്റ്റ് 3 തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ആൾക്കാരെല്ലാം റെഡിയാണ്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ടീംസാണ്, ഇത്രയും ആൾക്കാരാണ്. 27 പേരാണ് ഞങ്ങൾ. 27 പേരാണ് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര വൈബായിരുന്നു. വണ്ടിയിലൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പം ഞങ്ങളുള്ളത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുട്ടിക്കാനത്താണ്. അപ്പോൾ നമ്മൾ വാഗമൺ പോകുന്നത് കുട്ടിക്കാനം ത്രൂ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്നൊരു കട്ടനൊക്കെ കുടിച്ച് ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ്. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പരുന്തുംപാറയാണ്. അപ്പോൾ പരുന്തുംപാറ സൺറൈസ് കാണുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷേ ടൈം കുറച്ച് ലാഗായത് കാരണം നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തത് കാരണം നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് ആ വ്യൂ അടിപൊളിയായിരുന്നു. പരുന്തുംപാറ വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഭയങ്കര രസമാണ്. ഈ മഞ്ഞ് അധികം ഇല്ലാത്തത് കാരണം നമുക്ക് ഒത്തിരി ഡിസ്റ്റൻസിൽ എല്ലാം കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്ത് രസമാണ് ആ ഒരു വ്യൂ പോയിൻ്റ്, പരുന്തുംപാറ വ്യൂ പോയിൻ്റ് എന്ത് രസമാണെന്നുള്ളത്. ആക്ച്വലി ഞാൻ വാഗമൺ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പരുന്തുംപാറ വ്യൂ പോയിന്റിൽ വന്നിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഭയങ്കര രസമുണ്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. റീൽസിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഒത്തിരി ദൂരം നടന്ന് നമുക്ക് കാണാനുള്ളതുണ്ട്. പക്ഷേ നമ്മൾ വന്ന സമയം കറക്റ്റ് ടൈമായിരുന്നു. നമുക്ക് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റി. കുറച്ച് ടൈം കഴിയും തോറും മഞ്ഞ് ഇറങ്ങി തുടങ്ങി, കോട ഇറങ്ങി തുടങ്ങി. ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത കുറച്ച് സ്റ്റിൽസും വീഡിയോസൊക്കെയാണ്. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അഡ്വഞ്ചർ പാർക്കാണ്. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ നമ്മൾ നീലക്കുറിഞ്ഞി കണ്ടു. അപ്പോൾ പിന്നെ ഡ്രൈവറിനോട് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി. അപ്പോൾ ഞങ്ങൾ പലരും ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും ഇത് കണ്ടിട്ടേ ഇല്ല, നീലക്കുറിഞ്ഞി. നമ്മൾ ഫോട്ടോസിലൂടെയും അല്ലെങ്കിൽ ന്യൂസിലൂടെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. നോർമലി അങ്ങനെയാണ് എല്ലാവരും കാണുന്നത്. അപ്പം ലൈഫിൽ ആദ്യമായിട്ട് നീലക്കുറിഞ്ഞി കാണാൻ പോവാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കണ്ട് പിന്നെ എല്ലാവരും എഗെയിൻ ഫോട്ടോസും വീഡിയോസിൻ്റെയും പുറകെ ആയി. ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇത് എങ്ങനെയോ ഭാഗ്യത്തിന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റിയതാണ്. ആക്ച്വലി നമ്മളെ തോട്ടിൽ പോലും ഇതില്ല, നീലക്കുറിഞ്ഞി കാണണം എന്നുള്ളതില്ല. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടു, ഇറങ്ങി, കുറേ സ്റ്റിൽസ് എടുത്തു.
ഞങ്ങൾ അവിടെ നിന്ന് നേരെ വാഗമണിലേക്കാണ് പോയത്. അപ്പം ഞങ്ങളുടെ ടൂർ പാക്കേജർ അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഗമണിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം. അപ്പോൾ രാവിലെ ഞങ്ങൾ അപ്പവും മുട്ടക്കറിയും ചായയും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോയത്. ഇവിടെ നിന്ന് ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വാഗമണിലെത്തി. വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെത്തി. നമ്മൾ പോയ സമയത്ത് നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. എന്നാലും ഞങ്ങളെല്ലാവരും റെയിൻകോട്ടും എല്ലാം ലാസ്റ്റ് ഇറങ്ങിയെടുത്തൊന്ന് മേടിച്ചിട്ടാണ് പോയത്. ഇൻ കേസ് മഴയോ അങ്ങനെ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് എല്ലാം എടുത്തിട്ടാണ് പോയത്. പിന്നെ ഞങ്ങളുടെ മെയിൻ എയിം ഫോട്ടോസും വീഡിയോസും ആയതുകൊണ്ട് അതിനൊരു കുറവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങൾ ഗേൾസ് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഫുൾ ഗ്യാങ്. ലാസ്റ്റ് ടൈം ഞാൻ ഈ അഡ്വഞ്ചർ പാർക്കിൽ വന്നപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം ഫാമിലി ആയിട്ടാണ് വന്നത്. മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് കയറണം അങ്ങനെയുള്ള ആഗ്രഹത്തോടെ വന്നതാണ്. പക്ഷേ നമുക്ക് ലാസ്റ്റ് ടൈം ഗ്ലാസ് ബ്രിഡ്ജേ കാണാൻ പറ്റിയിട്ടില്ല. കാര്യം ഫുൾ മഞ്ഞായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഈ പ്രാവശ്യം കാണാൻ പറ്റി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് സിപ്പ് ലൈനിലായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആട്ടോ സിപ്പ് ലൈൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എനിക്ക് പോകാൻ പേടിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ശീതളമ്മിലൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. നൈസ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കയാക്കിങ്ങിന് പോയി. ഇപ്പോൾ ഈ കയാക്കിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ്, ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് മഞ്ഞിറങ്ങിയത്. മഞ്ഞിറങ്ങി കഴിഞ്ഞ് പിന്നെ ഭയങ്കര മഴയായിരുന്നു. എന്തായാലും റെയിൻകോട്ടൊക്കെ മേടിച്ചത് കാരണം ഉപയോഗപ്പെട്ടു. മഴയത്ത് പിന്നെ എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ അടുത്ത് പോകുന്നത് ഐസ് ഹിൽസ് റിസോർട്ടിലേക്കാണ്. ഇവിടുന്ന് അത്യാവശ്യം നല്ല ട്രാവൽ ഉണ്ടായിരുന്നു. ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് റിസോർട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലാണ്, ഹിൽ ടോപ്പിലാണ്. അപ്പം അവരുടെ തന്നെ വാനുണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് മേളിൽ അവരെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആ വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ആ മേളിലോട്ട് കയറി പോകുന്ന വ്യൂസാണ് കാണുന്നത്. ഭയങ്കര രസമാണ്. ഞാൻ മുന്നേ ഇങ്ങനത്തെ റിസോർട്ടിലൊന്നും പോയിട്ടില്ല, ഇങ്ങനെ ഇത്രയും ഹിൽ ടോപ്പിലുള്ള റിസോർട്ടിൽ. ഇച്ചിരി കുറച്ച് ട്രാവലുണ്ട്. നമ്മൾ നേരെ ഹിൽ ടോപ്പിലെത്തി. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. ഫുൾ പച്ചപ്പാണ്. പിന്നെ ബാക്കിൽ വലിയൊരു മലയും ഉണ്ട്. പിന്നെ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട്, പ്രീമിയം റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ മഡ് ഹൗസസും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മഡ് ഹൗസസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ട്, ഐസ് ഹിൽസ് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെടുത്തത് കുറച്ച് സ്റ്റാൻഡേർഡ് റൂംസ് എടുത്ത്, കുറച്ച് പ്രീമിയം റൂംസ് എടുത്ത്, പിന്നെ കുറച്ച് ഹഡ് റൂംസും എടുത്ത്. അപ്പോൾ ഫുൾ ഗ്ലാസ് ഇട്ടതാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം. നമുക്ക് ആക്ച്വലി ഈ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്തതും എല്ലാം പാക്കേജസ് എല്ലാം റെഡിയാക്കി തന്നത് ഈ ട്രൈബ്സിഗോ എന്ന് പറയുന്ന ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ട്രാവൽ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഇവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് കയറി അതിനകത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ഒരു മഡ് ഹൗസിലാണ്. അപ്പോൾ അതിനകത്തുള്ള വ്യൂസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. രണ്ടുപേർക്ക് നന്നായിട്ട് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്കൊന്ന് ഇരിക്കണമെങ്കിലോ ഒക്കെയുള്ള അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഫുൾ ഗ്ലാസ് ഇട്ടതായതുകൊണ്ട് ഫ്രണ്ടിലൊന്നും നിങ്ങൾ ഗ്ലാസ് മാറ്റിയാൽ ഈ തേയിലത്തോട്ടം ഫുള്ള് കാണാം. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയും കാണാം. അതുകൊണ്ട് വ്യൂസൊക്കെ സൂപ്പറാണ്. എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു റിസോർട്ട് വാഗമണിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഐസ് ഹിൽസ് റിസോർട്ടാണ്. നിങ്ങൾക്ക് പോകാൻ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ പ്രോപ്പർ വാഗമൺ അല്ല, ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വരും. എന്നാലും നല്ല കിഡിലും റിസോർട്ടാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. പരിചയപ്പെടുത്താതിരിക്കുന്നില്ല, ഇത് ശരത്താണ്, ഞങ്ങളുടെ ഓഫീസിലെ. അപ്പോൾ ശരത്തിൻ്റെയും ആർഷയുടെയും പിന്നെ റൂംസാണ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അവരാണ് നമ്മുടെ ഓഫീസിലുള്ള കപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ റൂമെന്ന് പറയുന്നത്.
മറ്റേ മഡ് ഹൗസ് പോലെ തന്നെ എക്സാക്റ്റ് സെയിം തന്നെയാണ്. ഇത് കുറച്ചും കൂടെ വ്യൂസ് ഉണ്ട് ബാക്കിൽ. കണ്ടോ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്കിലെ മല മൊത്തം കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ്. കുറച്ച് നേരം ഇരിക്കണമെങ്കിലോ എല്ലാം അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉള്ള മഡ് ഹൗസ് തന്നെയാണ്. അപ്പം ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ആ റിസോർട്ടിലുള്ള റൂംസുകളാണ് എടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് അവരുടെ തിയേറ്ററാണ് കാണുന്നത്. നമുക്ക് DJക്കും പിന്നെ അതുപോലെ തന്നെ സിനിമയൊക്കെ കാണണമെങ്കിൽ അവിടെ പോയാൽ മതി. പിന്നെ ഇത് മഡ് ഹൗസാണ്. 4 മഡ് ഹൗസാണുള്ളത്. എന്ത് ഭംഗിയാണ് സിംസുകൾ കാണാൻ. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാനാണെങ്കിലും അപ്പോൾ അതിനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിരിക്കുന്ന ഈ ഈവനിങ് വീഡിയോസ് എല്ലാം എടുത്തിരിക്കുന്ന എമ്മിലാണ് കേട്ടോ. ഇതാണ് എമ്മിൽ. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് പിന്നെ സ്വിങ്ങിനും അതുപോലെ തന്നെ ടീം സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ വ്യൂസിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സ്റ്റെപ്സ് മേളിൽ കയറി നമുക്ക് വ്യൂ പോയിന്റ്സ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം അത് എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ള. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും എല്ലാം ഫുൾ വ്യൂ കിട്ടും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിസോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അവരെ ജീപ്പിൽ നമ്മളെ താഴെ കൊണ്ടുപോകും ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ബാക്കിൽ പിന്നെ DJക്ക് മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ പിന്നെയും താഴെ പോകണം. നല്ല രസമാണ്. സാധാരണ നമ്മൾ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഒരിടത്ത് തന്നെയല്ലേ. ഇവിടെ നല്ല രസമാണ്. നമുക്ക് ട്രാവൽ ചെയ്ത് കുറച്ച് നടന്നൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഈവനിങ് ഞങ്ങൾക്ക് പിന്നെ ചായയും കട്ട്ലറ്റും ആയിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ DJ ഹാൾ ഇതാണ്. നമുക്ക് അവർ സെപ്പറേറ്റ് DJക്ക് വേണ്ടിയിട്ട് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ CCTS ടീമിലെ ആദിത്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് DJ ആയിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. കാര്യം നമ്മൾ ലാസ്റ്റ് കുറേ നാളായി നമ്മുടെ ഓഫീസിൽ നിന്ന് ഇതുപോലൊരു DJ പാർട്ടി അറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തു. പിന്നെ രാത്രി നമുക്ക് കുറച്ച് സമയം കിട്ടി എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനും പാട്ടൊക്കെ പാടി. എനിക്ക് പണ്ടത്തെ സ്കൂൾ ടൈമൊക്കെ ഓർമ്മ വന്നു, സ്കൂൾ കോളേജ് ടൈമൊക്കെ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഇവിടെ ഈ റിസോർട്ടിൽ നിങ്ങൾ പോയി നോക്കണം. നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് മോർണിംഗ് ആയി. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മോർണിംഗ് വ്യൂ കാണിച്ചു തരാവേ. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം കോടയും മഞ്ഞും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു രാവിലെ എഴുന്നേറ്റ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അർഷിയും അനിരുദ്ധൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. അവരും ഈ ഒരു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ ഐസ് ഹിൽസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ പാക്കേജുകാരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് പൂള് വേണമെന്നുള്ളത്. അപ്പോൾ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല, ഇതൊന്നും നിങ്ങളെ കാണിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഏർലി മോർണിംഗ് എണീക്കണം, ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന്. അപ്പം അവിടെയാണ് പൂളുള്ളത്. ആക്ച്വലി നമ്മൾ നേരത്തെ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ 9 o'clock നമുക്ക് ചെക്കൗട്ട് ചെയ്യണം, എന്നാലേ ബാക്കി സ്ഥലങ്ങളെല്ലാം പൈൻ ഫോറസ്റ്റും മൊട്ടക്കുന്നുകളൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രാവിലെ ഒന്ന് ഇറങ്ങി ഇതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് പൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഐസ് ഹിൽസിൻ്റെ റിസോർട്ട്. ബാക്ക് സൈഡ് ഇവിടെ സ്പായും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിലും നല്ല ഇതാണ്. ഇവിടെ ഓൾറെഡി കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കും ഫാമിലി ആയിട്ട് വരുന്നവർക്കും സെപ്പറേറ്റ് ആണ് DJസും ഫുഡും കാര്യങ്ങളും എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തലേ ദിവസം നമുക്ക് DJയും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കാരണം നമുക്ക് ഇവിടെ വന്ന് ഈവനിങ് പെട്ടെന്ന് അങ്ങ് പോയതുപോലെ തോന്നി. ഈവനിങ് നമുക്ക് അധികം ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയൊന്നും എടുക്കാൻ തോന്നിയില്ല. അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത്തിൻ്റെ കൂടെ നടക്കാനായിട്ട് അവർ സ്പേസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പോകാനും എല്ലാം. പിന്നെ അവിടെ സീറ്റും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും അങ്ങനെയുള്ളതെല്ലാം ഇടയ്ക്ക് ലൈറ്റും എല്ലാം കൊണ്ട് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു.
ഈ ഐസിൽസ് റിസോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി വിചാരിച്ചതല്ല നമുക്ക് ടൂർ ആദ്യം ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ആൾക്കാർ. കാര്യം ഈ വയനാടിൻ്റെ പ്രശ്നമൊക്കെ വന്നത് കാരണം നമ്മൾ പോണ്ടാന്ന് തന്നെയാണ് വിചാരിച്ചത്. പിന്നെ എങ്ങനെയൊക്കെയോ സെറ്റായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി. അടുത്ത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ അവരുടെ തന്നെ റിസോർട്ടിൻ്റെ വണ്ടി വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തോട്ട് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലാണ്. കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, വ്ളോഗിൻ്റെ കാര്യം ഞാൻ മറന്നു, അതുകൊണ്ടാണ് ഈ സ്റ്റിൽസൊക്കെ ഇടുന്നത്. അപ്പോൾ ഒത്തിരി എൻജോയ് ചെയ്തു നമ്മുടെ പൈൻ ഫോറസ്റ്റും. പിന്നെ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പിന്നെ മൊട്ടക്കുന്നി പോകാനുള്ളൊരു ടൈം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ജീപ്പ് സഫാരിക്ക് പോകണം. അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വാഗമണ്ണിൽ തന്നെ ഒരു കൈലാസ് റെസ്റ്റോറൻറ്റാണ് കയറിയത്. അവർ ഓൾറെഡി ഈ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ഈ ഫുഡും മറ്റു കാര്യങ്ങളുമെല്ലാം. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, നല്ല ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായി. ചോറാണ്. ഇനി പിന്നെ ജീപ്പ് സഫാരിക്കുള്ള ടൈമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ജീപ്പ് സഫാരിക്ക് പോകാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ജീപ്പ് സഫാരിക്ക് പോയി. ഞങ്ങൾക്ക് 5 വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആക്ച്വലി 5 വണ്ടിയിലാണെന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഒരുമിച്ചാണ് പോയത്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് പോയത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ജീപ്പ് സഫാരി. ഞങ്ങൾ കുറേ പ്ലേസസ് പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കോട ഇറങ്ങി, നല്ല മഞ്ഞായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഈ ഒരു ഫ്രെയിമിലുള്ളവരെല്ലാവരും ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച നിമിഷമാണിത്. നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീപ്പ് സഫാരിയിൽ ടോട്ടൽ 5 സ്ഥലമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 2 എണ്ണം കവർ ചെയ്തു. ഇനി 3-മത്തേലോട്ടാണ് പോകുന്നത്. അടുത്തതൊരു വാട്ടർഫോളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ചു കയറി. അപ്പോൾ ഇതുവരെ മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായി. ഈ കാണുന്നത് ഇടുക്കി ഡാമാണെന്നാണ് പറയുന്നവർ. ഈ ഒരു വ്യൂ പോയിൻറ്റിന് എന്തോ പേര് പറയും, ഞാനിപ്പോൾ ഓർക്കുന്നില്ല. നല്ല രസമാണ് കേട്ടോ, ഇത് കാണാൻ നല്ല രസമാണ്. നമ്മളിത് എവിടെ പോകുന്നത്? അഞ്ചുരുളി അതാന്ന് തോന്നുന്നു. സോറി, അഞ്ചുരുളി അല്ലല്ലോ, എന്തോ ഒരു ഉരുളിയാണ്. പിന്നെ അപ്പോഴത്തേക്കും നല്ല മഴയായി. മഴ ഫുൾ മഞ്ഞ്, നമുക്കൊന്നും ഇതായത് പിന്നെ അവിടെ തന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇതിപ്പോൾ ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയതാണ്. പിന്നെ വണ്ടിയിൽ ഫുൾ വൈബായിരുന്നു. പിന്നെ
പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് അടൂരുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല റെസ്റ്റോറൻ്റായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി അവർ ഞങ്ങൾ ഇത്രയും പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പേസൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടിരുന്നു. അതുപോലെ തന്നെ വേറെ ആരെയും പുറത്തുനിന്നുള്ള ആരെയും പിന്നെ അലൗഡ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ചപ്പാത്തിയും ചിക്കനൊക്കെ അവർ തന്നു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി. പിന്നെ നമ്മൾ എത്തുന്നത് വരെയും നല്ല രസമായിരുന്നു കേട്ടോ ഇതിനകത്ത് ബസ്സിൽ.